എന്നും നാം ഓർമ്മിച്ചിരിക്കേണ്ട ആരുടെയെങ്കിലുമൊക്കെ ചരമദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവർക്ക് വേണ്ടി ദിവ്യബലി പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളും ചില ചരിത്ര നിമിഷങ്ങളും നല്ല ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മോട് കാട്ടിയിട്ടുള്ള സ്നേഹപ്രകടനങ്ങളുമൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മയിലേക്ക് കടന്നു വരും. അത്തരമൊരു ഓർമ്മയാണ് നമുക്ക് വേണ്ടി കുരിശിൽ ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ക്രൂശിത രൂപത്തിന് മുൻപിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. ഇത്തരം വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഇന്നായിരിക്കുന്ന അവസ്ഥയെയും ഏറെ സ്വാധീനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചരമദിനങ്ങളിൽ ആ ജീവിതം മുഴുവൻ നമ്മെ ഏൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങളിലേക്ക് നമ്മെ വിളിച്ചു കൊണ്ടുപോകും. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്കൊപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഒന്നാന്തരം തേയിലക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന കുന്നിൻ ചെരിവുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുപാടുമുള്ള മഞ്ഞണിഞ്ഞ മാമലകളും പച്ചപ്പുകളുമൊക്കെ കണ്ട് മനസ്സൊന്ന് കുളിർക്കുന്നതിന് വേണ്ടി വാഹനം നിർത്തി എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഒരു പാട്ട് പാടുന്നു. അന്ന് പാടിയ ആ പാട്ട് എത്ര തവണ കേട്ടു എന്നെനിക്കറിയില്ല. ഏതാണെങ്കിലും ഇന്നും അതെൻ്റെ മനസ്സിലേക്ക് ഓർമ്മയായി കടന്നു വരുന്നു. ഓർമ്മ പോലെ സന്ധ്യകൾ മാഞ്ഞു പോകുമെങ്കിലും ഓർമ്മ പോലെയല്ല ചിന്തകൾ. അവ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണർന്നു വരും. അവ മാഞ്ഞു പോകാനുള്ളതല്ല, വീണ്ടും പൂർവാധികം ഓജസ്സോടുകൂടി നമ്മുടെ ആത്മാവിലും ഹൃദയത്തിലും വരും തലമുറയിലും വിളങ്ങി നിൽക്കുവാനുള്ളതാണ്. ആ ഗാനത്തിൻ്റെ ഈരടികൾ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതൊരു ഗാനരൂപമായിരുന്നു. ഒരുപക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം. അതിങ്ങനെയായിരുന്നു: കള്ളു കുടിക്കല്ലേ, കളവു പറയല്ലേ, ചൂതു കളിക്കരുതേ, കുട്ടികളാകുമ്പോൾ യൗവനം തീരുമ്പോൾ ആട്ടിയിറക്കരുതേ മനുജ, ആട്ടിയിറക്കരുതേ. കള്ളു കുടിക്കല്ലേ, കളവു പറയല്ലേ, ചൂതു കളിക്കരുതേ, കുട്ടികളാകുമ്പോൾ യൗവനം തീരുമ്പോൾ ആട്ടിയിറക്കരുതേ മനുജ, ആട്ടിയിറക്കരുതേ. വിശുദ്ധ ബലിയിൽ അവിടുന്ന് അരുളി ചെയ്ത ഒരു വചനമുണ്ട്: നിങ്ങൾ എവിടെയൊക്കെ ഒന്നിച്ചു കൂടുമോ അവിടെയൊക്കെയും ഇത് എൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവിൻ. വിശുദ്ധ അൾത്താരയുടെ മുൻപിൽ എല്ലാം മറന്ന് നാം നിലകൊള്ളുമ്പോൾ നമ്മുടെ കഴിഞ്ഞ തലമുറ നമുക്ക് നൽകിയ നല്ല മാതൃകകളും ധീരതകളും ചങ്കൂറ്റത്തോടെയുള്ള നിലപാടുകളും തങ്ങളുടെ ജീവിതം കൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി അവർ നിവർത്തിച്ചു വെച്ച വലിയ സംഭാവനകളുമൊക്കെയും ഓർമ്മിക്കുവാനുള്ള ദിവസങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ചരമവാർഷികങ്ങൾ. മക്കളും കൊച്ചുമക്കളും കുഞ്ഞുമക്കളും കുരുന്നുമക്കളുമൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട സുന്ദരമായ സുദിനങ്ങൾ. ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാണ്. നമുക്ക് ജന്മം നൽകിയ, നമ്മെ പോറ്റി വളർത്തിയ കഴിഞ്ഞ തലമുറയിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരുടെ ചരമദിനങ്ങളിലും അവരുടെ ജന്മദിനങ്ങളിലും ഓർമ്മിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ തലമുറയുടെ നിർമ്മലമായ പരിശുദ്ധമായ ആത്മാവിൻ്റെ പ്രചോദനമാണ്. നമുക്ക് ഓർമ്മിക്കാം, പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി.